കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കാത്ത മാനേജർ ഉണ്ടോ? ഉണ്ട്, ദേ അതിനകത്തുണ്ട്. കേട്ടില്ലേ ബെല്ലടിക്കുന്നത്? 9:50 ആയതേ ഉള്ളൂ. ഇനി വരുന്നവന്റെ പകുതി ശമ്പളം കട്ട്. ജൂഡി ഫെർണാണ്ടസ് എത്തിയില്ല? ഇല്ല സർ. ആരാ ഭാര്യയുടെ അടുത്തിരിക്കുന്ന സ്ത്രീ? വൈഫാണ് സർ. അവർക്കെന്താ ബാങ്കിൽ കാര്യം? ഞാൻ വിളിക്കുന്നു പറയൂ ഭാര്യരെ. ഗുഡ് മോർണിംഗ് സർ. യു ആർ ലേറ്റ്. ഐ ആം സോറി സർ. എന്താ ഇത്? ഗിറ്റാർ ക്ലാസ് കഴിഞ്ഞ് വരികയായിരുന്നു. മിസ്റ്റർ ജൂഡി ഫെർണാണ്ടസ്, ഈ ഗിറ്റാർ പഠിപ്പിക്കലും ബാങ്കിലെ കണക്കെഴുത്തും ഒന്നിച്ചു പോകാൻ പറ്റില്ല. ഒന്നുകിൽ ഗിറ്റാർ പഠിപ്പിക്കുക, അല്ലെങ്കിൽ ബാങ്കിലെ കണക്കെഴുതുക. യു ഡിസൈഡ്. സർ, ഐ ഹാവ് 7 സിസ്റ്റേഴ്സ്. അതിൽ 2 പേരുടെ മാരേജേ കഴിഞ്ഞിട്ടുള്ളൂ. ഈ ബാങ്കിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് ബാക്കിയുള്ള 5 സിസ്റ്റേഴ്സിനെ ഞാൻ എങ്ങനെ മാരേജ് ചെയ്യിപ്പിക്കും? മണി ഈസ് ദ ബിഗ് പ്രോബ്ലം സർ. ഓക്കേ. നിങ്ങൾക്ക് 5 സിസ്റ്റേഴ്സ് അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് 5 മിനിറ്റ്സ് കൂടി തരുന്നു. നാളെ മുതൽ എക്സാക്ട്ലി 9:55 യു ഷുഡ് ബി ഹിയർ. യു ആർ ഗ്രേറ്റ് സർ. താങ്ക് യു ജീസസ്. യെസ്. എന്താ ഭാര്യ ഇന്നലെ ബാങ്ക് വിട്ട് വീട്ടിലോട്ടല്ലേ പോയത്? ഓ സർ. പിന്നെ ഭാര്യ എന്താ രാവിലെ ബാങ്കിൽ അന്വേഷിച്ച്? ഈ ഭാര്യയും ഭർത്താവും ഒക്കെ വീട്ടിൽ. അവർക്ക് തീരെ സുഖമില്ല. ഡോക്ടർ ഒന്ന് കാണിച്ചോളൂ, ലീവ് എടുത്തോളൂ. സാർ, ഒരു അരമണിക്കൂറായിട്ട് ലീവില്ല. അര ദിവസം ഹാഫ് ഡേ ലീവ് എടുത്ത് പോയിക്കോളൂ. സോറി സർ. ഒന്നുമില്ല. നീ എങ്ങനെ ഇവിടെ വന്നു? കാറില്. എന്തിനാ? അമ്മ ചോറ് വന്ന് വിട്ടു. അത് നമുക്ക് രണ്ടുപേർക്കും കൂടി വിളിച്ച് കഴിക്കാലോ എന്ന് വെച്ച് ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നു. നീ എടുത്ത് താഴെ വെക്കേ. താഴെ വെക്കണ്ട, ഞാൻ കൈ പിടിച്ചോളാം. ഇത് ഓഫീസാണ് രഞ്ജിനി. ആയിക്കോട്ടെ. ഇട്ടന്റെ മുറിയില്ലേ ഇത്? ഇട്ടന്റെ മുറി വീട്ടില്. ഇത് മാനേജേഴ്സ് ക്യാബിൻ. നീ ആ പാത്രം കൊണ്ട് വെളിയിൽ പോയി നിൽക്കേ. വെളിയിലെവിടെ? അവിടെ ഒരു സോഫ ഉണ്ട്, അവിടെ പോയിരുന്നാ മതി. അവിടെ നിന്നാണ് ഉണ്ണുന്നത്? ഉണ്ണുന്നത് അവിടെ ഞാൻ തീരുമാനിക്കാം. നീ പാത്രം കൊണ്ട് വെളിയിൽ പോയിക്കേ. ഔട്ട് ഔട്ട് ഔട്ട്. ഇങ്ങനെ തന്നാ മതി ചേച്ചി. വേണ്ട ചേട്ടാ. നിങ്ങളൊക്കെ എവിടെ ഇരുന്നാ ഉണ്ണുന്നത്? ഞങ്ങളൊന്നും ഉണ്ണാറില്ല കുഞ്ഞെ. ഊണ് കഴിക്കാൻ പോയാ പകുതി ശമ്പളം കട്ടാ. ഇങ്ങനെ തന്നാ മതി. ഞാൻ ഡൈനിങ് ഹാളിൽ കൊണ്ടുപോയി. വേണ്ട വേണ്ടെന്ന്. ഡൈനിങ് ഹാൾ എവിടാ? അപ്പുറത്ത്. അപ്പുറത്തല്ലയോ? അപ്പുറത്ത്. ആ. നമ്മുടെയൊക്കെ വീട്ടുകാരത്തിൽ വന്നാലേ ഉള്ളൂ പ്രശ്നം. അവരുടെയൊക്കെ ആവുമ്പോ എന്തോ ആകാമല്ലോ. നല്ല മിടുക്കി കുട്ടിയാ. അല്ല, ഞാൻ പറയായിരുന്നു. മിസ്റ്റർ ഫെർണാണ്ടസ്, ക്യാഷ് ക്ലോസ് ചെയ്ത് ബുക്ക് കൊണ്ടുവരണം.